ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 3ാം സെമസ്റ്റർ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ 7ാം ചാപ്റ്റർ അക്കൗണ്ടിംഗ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈഫ് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഐറ്റമായ പ്രീമിയം ഏൺഡ് ഉണ്ടല്ലോ, അത് നമ്മൾ നേരിട്ട് റവന്യൂ അക്കൗണ്ടിൽ കൊണ്ടെഴുതുന്നില്ല. നമ്മളത് ഷെഡ്യൂളിൽ എഴുതിയിട്ട് അതിൻ്റെ ലാസ്റ്റ് ഫിഗർ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഈ റവന്യൂ അക്കൗണ്ടിൽ എഴുതുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഷെഡ്യൂൾ ഒന്ന് നോക്കാം, അതിന് ശേഷം നമുക്ക് റവന്യൂ അക്കൗണ്ടിലെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ നമ്മളെ ഷെഡ്യൂൾ 1 പ്രീമിയം, ഇതിൽ ഫസ്റ്റ് ഇയർ പ്രീമിയം, റിന്യൂവൽ പ്രീമിയം, സിംഗിൾ പ്രീമിയം, അങ്ങനെ സെപ്പറേറ്റ് എല്ലാം കണ്ടിട്ട് നമ്മൾ ടോട്ടൽ പ്രീമിയം, അത് ഇന്ത്യയിലുള്ള പ്രീമിയം, ഔട്ട്സൈഡിൽ നിന്ന് കിട്ടിയ പ്രീമിയം ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് അത് മാത്രം എഴുതിയിട്ട് നമുക്ക് ഇത് ടോട്ടൽ ചെയ്ത് മതിയാവും. അപ്പോൾ പ്രീമിയം ഏൺഡ് നമ്മൾ ഷെഡ്യൂൾ 1 നിന്ന് എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് എഴുതണം. നെക്സ്റ്റ് വരുന്നത് റീ ഇൻഷുറൻസ് സീഡഡ് ആണ്. അതായത് മറ്റു കമ്പനികൾക്ക് നമ്മൾ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കണം? പ്രീമിയം കൊടുക്കണം. അങ്ങനെ നമ്മൾ മറ്റു കമ്പനികൾക്ക് കൊടുക്കുന്ന പ്രീമിയം ആണെങ്കിൽ അത് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, അതായത് നമുക്കിവിടെ ലെസ് ചെയ്യാനുള്ളതാണ്. ഇനി മറ്റു കമ്പനികൾ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബിസിനസ് തരാണ്, അങ്ങനെയാണെങ്കിൽ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആണ്, അത് നമുക്ക് പ്രീമിയമാണ്, നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ട് വേണം ഇവിടെ എഴുതാനായിട്ട്. നെക്സ്റ്റ് വരുന്നത് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെൻറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓർ റിഡംഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഈ സെയിൽ ഓർ റിഡംഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് ലോസ് വരണമെന്ന് വെച്ചാൽ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, അതായത് നമ്മളിവിടെ മൈനസ് ചെയ്യണം. ഇനി ട്രാൻസ്ഫർ ഗെയിൻ, റിവാലുവേഷൻ സമയത്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗെയിൻ വന്നു, അല്ലെങ്കിൽ നമ്മൾ ഫെയർ വാല്യൂലുള്ള എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. നെക്സ്റ്റ് അതർ ഇൻകം ആണ്. അതർ ഇൻകം എന്ന് പറയുമ്പോൾ കൺസിഡറേഷൻ ഫോർ ആനുറ്റി ഗ്രാൻഡഡ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. അത് സ്പെസിഫിക് ആയിട്ട് പറയും കേട്ടോ, ഇൻകം എന്തൊക്കെയാണെന്ന് അത് നമ്മളിവിടെ എഴുതാം. അങ്ങനെ ഇതെല്ലാം കൂട്ടിയിട്ട് ടോട്ടൽ നമ്മൾ എടുത്ത് ഇവിടേക്ക് എഴുതാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻകം സൈഡ് കഴിഞ്ഞു. ഇനി നമ്മുടെ എക്സ്പെൻസ് സൈഡാണ് കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് കമ്മീഷനാണ്. കമ്മീഷൻ നമുക്ക് ഷെഡ്യൂളിൽ പോയിട്ട് എഴുതിയതിന് ശേഷം വേണം നമുക്ക് ഈ റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്ന് എഴുതാനായിട്ട്. ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ 2 കമ്മീഷൻ, നമ്മുടെ എക്സ്പെൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കമ്മീഷൻ പെയ്ഡ് നമ്മൾ ഇതിൽ എഴുതണം. അതായത് ഫസ്റ്റ് ഇയർ പ്രീമിയത്തിൽ കൊടുത്ത കമ്മീഷൻ, റിന്യൂവൽ പ്രീമിയത്തിന് കൊടുത്ത കമ്മീഷൻ, സിംഗിൾ പ്രീമിയത്തിന് കൊടുത്ത കമ്മീഷനൊക്കെ നമുക്ക് എഴുതാം. അതിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്യണം കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ്. അതായത് മറ്റു കമ്പനി നമുക്ക് ബിസിനസ് തന്നതിന് പകരം നമ്മൾ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ, അത് നമ്മുടെ എക്സ്പെൻസ് അല്ലേ, അത് നമ്മളിവിടെ ആഡ് ചെയ്യണം. അതുപോലെ ലെസ് ചെയ്യണം കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് സീഡഡ്. മറ്റു കമ്പനിക്ക് ബിസിനസ് കൊടുത്തതിന് പകരം കമ്മീഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് നമ്മുടെ എക്സ്പെൻസ് അല്ല അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ലെസ് ചെയ്യണം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് കമ്മീഷൻ കിട്ടും. അപ്പോൾ ഈ നെറ്റ് ഫിഗറാണ് നമ്മൾ ഷെഡ്യൂളിലത്തെ നെറ്റ് ഫിഗറാണ് നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ കൊണ്ട് എഴുതേണ്ടത്. അടുത്ത ഐറ്റം വരുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റിലേറ്റഡ് ടു ഇൻഷുറൻസ് ബിസിനസ് ആണ്. ഇത് ഷെഡ്യൂൾ 3 എഴുതിയിട്ട് അതിൻ്റെ ടോട്ടൽ വേണം നമ്മൾ റവന്യൂ അക്കൗണ്ടിൽ കൊണ്ട് എഴുതാനായിട്ട്. ഷെഡ്യൂൾ 3 വരുന്ന ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എംപ്ലോയി റിമുനറേഷൻ ആൻഡ് വെൽഫെയർ ബെനിഫിറ്റ്, ട്രാവൽ, കൺവെയൻസ് ആൻഡ് വെഹിക്കിൾ റണ്ണിങ് എക്സ്പെൻസ്, റെൻറ്റ്, റേറ്റ്സ്, ടാക്സ്, റിപ്പയേഴ്സ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, കമ്മ്യൂണിക്കേഷൻ എക്സ്പെൻസസ്, ലീഗൽ ആൻഡ് പ്രൊഫഷണൽ ചാർജസ്, മെഡിക്കൽ ഫീസ്, ഓഡിറ്റേഴ്സ് ഫീസ്, അഡ്വർടൈസ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ബാങ്ക് ചാർജസ്, അതർ, ഡിപ്രീസിയേഷൻ. അങ്ങനെ എല്ലാ നമുക്ക് വരുന്ന എക്സ്പെൻസ് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാം. അതിൻ്റെ ടോട്ടൽ ഷെഡ്യൂൾ 3 നിന്ന് നമ്മൾ റവന്യൂ അക്കൗണ്ടിലേക്ക് നമുക്ക് എടുത്തെഴുതാം. നെക്സ്റ്റ് ഐറ്റം വരുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ ബാഡ് ഡെപ്റ്റ്സ് റിട്ടേൺ ഓഫ് തന്നിട്ടുണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ റവന്യൂ അക്കൗണ്ടിൽ കൊണ്ടുപോകാം. ഇതിനൊന്നും പ്രത്യേകിച്ച് ഷെഡ്യൂളൊന്നും ഇല്ല, നേരെ നമുക്ക് റവന്യൂ അക്കൗണ്ടിൽ കൊണ്ടുപോകാം. എന്നിട്ട് നമ്മുടെ എക്സ്പെൻസ് ഒക്കെ നമ്മൾ ടോട്ടൽ ചെയ്ത് ടോട്ടൽ ബി കോളം നമ്മൾ കണ്ടുപിടിക്കണം. നെക്സ്റ്റ് റവന്യൂ അക്കൗണ്ടിലേക്ക് വരുന്ന ഐറ്റമാണ് ബെനിഫിറ്റ് പെയ്ഡ്. ഈ ബെനിഫിറ്റ് പെയ്ഡിന് ഷെഡ്യൂൾ ഉണ്ട്, ഷെഡ്യൂൾ നമ്പർ 4. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ നമ്പർ 4 പ്രിപ്പയർ ചെയ്തിട്ട് വേണം അതിൻ്റെ എമൗണ്ട് വേണം നമ്മൾ റവന്യൂ അക്കൗണ്ടിലേക്ക് കൊണ്ട് എഴുതാനായിട്ട്. ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ 4 ബെനിഫിറ്റ്സ് പെയ്ഡ്. ഇതിൽ നമ്മൾ എഴുതുന്നത് നമ്മൾ കൊടുത്ത ബെനിഫിറ്റ്സ് ആണ്. ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് നമ്മൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അതായത് ഡെത്തിൻ്റെ സമയത്ത്, മെച്യൂരിറ്റി സമയത്ത്, ആനുറ്റി പെൻഷൻ ആയിട്ട് അല്ലെങ്കിൽ അതർ ബെനിഫിറ്റ്സ് ആയിട്ട് നമ്മൾ എന്തെല്ലാം കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഈ ബെനിഫിറ്റ്സ് പെയ്ഡ് ഷെഡ്യൂൾ 4 വേണം എഴുതാനായിട്ട്. ഇനി എമൗണ്ട് സീഡഡ് ഇൻ റീ ഇൻഷുറൻസ്, അതായത് മറ്റുള്ള കമ്പനികൾ നമുക്ക്
ഇൻഷുറൻസ് തന്നിട്ടുണ്ട് റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവർ എന്ത് ചെയ്തോളും, സെറ്റിൽ ചെയ്തോളും, അവർ എമൗണ്ട് കൊടുത്തോളും. അപ്പോൾ അങ്ങനെയുള്ള എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് എഴുതണം. ക്ലെയിംസ് ബൈ ഡെത്ത് ആയിട്ടോ മെച്യൂരിറ്റി ആയിട്ടോ ആനുറ്റി ആയിട്ടോ അതർ ബെനിഫിറ്റ്സ് ആയിട്ടോ മറ്റുള്ള കമ്പനികൾ കൊടുത്ത കാര്യങ്ങളാണ് അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ലെസ് ചെയ്തിട്ട് എഴുതണം. നെക്സ്റ്റ്, എമൗണ്ട് ആസെറ്റഡ് ഇൻ റീഇൻഷുറൻസ്, അതായത് നമ്മുടെ കമ്പനിയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഫിഗേഴ്സ് നമ്മളിവിടെ എടുത്ത് എഴുതണം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഈ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യണം, റവന്യൂ അക്കൗണ്ടിലേക്ക് എടുത്ത് എഴുതണം. നമ്മുടെ റവന്യൂ അക്കൗണ്ടിൻ്റെ അടുത്ത വരുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇൻ്ററിം ബോണസ് പെയ്ഡ് ആണ്. അപ്പോൾ ഇൻ്ററിം ബോണസ് പെയ്ഡും കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സി കിട്ടും. അപ്പോൾ നമുക്ക് റവന്യൂ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണത് നമുക്ക് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ നമ്മുടെ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ നമുക്ക് വന്ന എക്സ്പെൻസും പിന്നെ നമ്മൾ എന്തെങ്കിലും കൊടുത്ത ബെനിഫിറ്റ്സൊക്കെ മൈനസ് ചെയ്യുമ്പോൾ, എ മൈനസ് ബി മൈനസ് സി ചെയ്യുമ്പോൾ നമുക്ക് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്നുള്ള കാര്യം നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മളോട് അപ്രോപ്രിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരിക്കും ട്രാൻസ്ഫർ ടു ഷെയർ ഹോൾഡേഴ്സ്, ട്രാൻസ്ഫർ ടു അതർ റിസർവ് എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഒക്കെ നമുക്ക് എടുത്ത് എഴുതാം. ഇല്ലെങ്കിൽ നമ്മൾ ബാലൻസ് ഓർ ഫ്യൂച്ചർ അപ്രോപ്രിയേഷൻ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ സർപ്ലസ് എന്ന് പറഞ്ഞ ഫിഗറാണ്, ഈ സർപ്ലസിൻ്റെ ഈ ഫിഗറാണ് നമ്മൾ അപ്രോപ്രിയേഷനായിട്ട് എഴുതുന്നത്. അതായത് ഈ ഫിഗറും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ റവന്യൂ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് പ്രോബ്ലം ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്